ബാലകൃഷ്ണൻ, വയനാട്ടിൽ നിന്നുള്ള MLA ശ്രീ ഐ സി ബാലകൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി വരുന്നു വയനാട്ടിലേക്ക്. നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഐ സി ബാലകൃഷ്ണൻ? പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ മുഴുവനും ജനങ്ങള് രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ രാജിവെക്കുമ്പോ അനിയത്തി മത്സരിക്കുന്നു. അവിടെ വേറെ ആളുകളൊന്നുമില്ലേ? അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി MP ആയി തുടർന്ന മണ്ഡലമാണ്. ഈ തവണ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. മാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ? ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാ? ആ വെല്ലുവിളി പറയും. എന്തുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാത്തത്? എന്തുകൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കാത്തത്? എന്തേ 2 സീറ്റിൽ മത്സരിക്കാത്തത്? ഇത് 3 ഘട്ടങ്ങളായിട്ടല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വയനാട്ടില് മത്സരിച്ചതിന് ശേഷം, വയനാട്ടിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതോടൊപ്പം തന്നെ BJPയുടെ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നൊക്കെ ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതൊക്കെ ബാലകൃഷ്ണൻ മനസ്സിലാക്കുമല്ലോ. അവരെയൊന്നും തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക? എവിടെയാണ് അങ്ങനെ ഒരു മുസ്ലിമോ ക്രൈസ്തവ സഭകളോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളോ ഒന്നും രാഷ്ട്രീയമായി അല്ല മതപരമായി രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. അങ്ങനൊരു ഡിമാൻഡ് ഒരാളും എവിടെയും വർഗീയമായി, ജാതീയമായി, മതപരമായി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി എല്ലാവരും കൂടി, എല്ലാ മതസ്ഥരും, എല്ലാ സമുദായങ്ങളും അദ്ദേഹത്തെ ഐക്യത്തോടു കൂടി അദ്ദേഹത്തെ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണല്ലോ 3,70,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തവണ ലഭിച്ചത്. ഏതായാലും നന്ദി ശ്രീ ഐ സി ബാലകൃഷ്ണൻ MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, UDF ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ വാർത്തയാണ്. 2 ജനപ്രതിനിധികൾ UDFന് ഇപ്പോൾ വയനാട് ജില്ലയിലുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ മണ്ഡലമാകെ തന്നെയും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കാണാറ്.